ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ദീപാവലിയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശീതകാല പച്ചക്കറികളൊക്കെ എല്ലാവരും നട്ടിട്ടുണ്ട്. അതിന് കുറച്ച് വളമൊക്കെ ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദീപാവലിയൊക്കെ ആയിട്ട് നമ്മുടെ എൽനാക്കുട്ടിയും എന്നോടൊപ്പം ഉണ്ട്. ഇപ്പം വല്ലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളെയും എന്താ വേണം നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഇനി വളർന്നു വരുന്ന തലമുറയൊക്കെ കൃഷി എന്താണെന്നൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇനി ജീവിതത്തിൽ എന്താണ് മുന്നേറാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും കൃഷിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്നാൽ കുറേ കുഞ്ഞുങ്ങളിപ്പം കൃഷിയിലോട്ടൊക്കെ വരുന്നുണ്ട്. സ്കൂളിലൊക്കെ കുട്ടി കർഷകരെയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങൾ ഇപ്പം മയക്കുമരുന്നിനും ഒക്കെ കഞ്ചാവിനും ഒക്കെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു കൃഷികളും അതുപോലെ പെറ്റ് അനിമൽസിനെ വളർത്തുക, ഗാർഡൻ ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കുഞ്ഞുങ്ങളെയും കൂടെ കൃഷിയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്കിനി തുടങ്ങാം. അപ്പം മിനിയമ്മച്ചിയുടെ ശീതകാല പച്ചക്കറിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താ മോളെ? അപ്പം അതിനകത്ത് നമുക്ക് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് പോയി കണ്ടാലോ? പോയിട്ട് വരാം. അപ്പം ദീപാവലി പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ ഓഫറുണ്ട്. അപ്പോൾ അത് ഞാൻ പുറകാലെ പറയാം. നമ്മുടെ കൃഷിയൊക്കെ കാണിച്ചിട്ട് അവസാനം പറയാം കേട്ടോ. എന്തൊക്കെ ഇപ്പം നിമിഷ നേരം കൊണ്ട് നമ്മൾ നട്ടേക്കുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം പുല്ല് കയറി വരുന്നത് കണ്ടില്ലേ നിൽക്കുന്നത്. ഇവിടെ എല്ലാം കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നട്ടിരുന്നതാണ്. പിന്നെ ആ പുല്ലെല്ലാം നമ്മൾ പറിച്ച് മാറ്റിയതിന് ശേഷം വേണം ഇനി അടുത്ത വളമിടാൻ. എത്ര പ്രാവശ്യം പറിച്ചാന്നറിയാമോ അത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്കുള്ള പുല്ലെല്ലാം പറിച്ച് മാറ്റിയതിന് ശേഷം മണ്ണ് ചെറുതായിട്ടൊന്ന് അനക്കി ഇട്ട് വേണം നമ്മളിനി അടുത്ത വളം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കുറച്ചുകൂടെ വളം ഇത് പൊങ്ങുന്നതിനനുസരിച്ച് വേണം. ഇതാണ് നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയും തണ്ടുകൾ വളരുന്നതിനനുസരിച്ച് ഓരോ വളം നമ്മൾ ഇട്ട് കൊടുക്കുക. വളം ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് മണ്ണും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്ന വളം ഒന്ന് കാണാം. അപ്പോൾ നേരത്തെ നമ്മളൊരു വളപ്രയോഗം കൊടുത്ത് ഇട്ടിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ഇങ്ങനെ കാണുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനിടയ്ക്കുള്ള കൊച്ചു കൊച്ചു ഈ മുത്തങ്ങയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അതിൻ്റെ വേരെല്ലാം പോക്കിക്കളയണം. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാം. കുറച്ച് സൂപ്പർ മേലും കൂടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന സൂപ്പർ മേല. ഒരുപാടാവരുത്. ഇത് ദൂരോട്ടിട്ട് കൊടുക്കണം. കണ്ടില്ല? അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ മണ്ണ് അടുപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മണ്ണിനടിയിൽ പോകണം. ഇങ്ങനെയൊക്കെയുള്ളൊരു ആയുധം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആയുധമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി വാങ്ങിക്കാവുന്നതാണിത്. അപ്പം എല്ലാത്തിനും ഇതേപോലെ ഇത്രയും വലുപ്പമായ തൈകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ വളം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇനി അങ്ങോട്ട് എന്തെങ്കിലും സ്ലറികളുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുക. എന്ന് സ്ലറി എന്ന് പറഞ്ഞാൽ ചാണകം കലക്കി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ജൈവ സ്ലറി കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുവന്ന് ഡ്രമ്മിലിട്ടേക്കുന്ന ആ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതുതന്നെ നമ്മുടെ ബയോഗ്യാസിനകത്ത് നിന്ന് വരുന്ന സ്ലറി, അങ്ങനെ എന്ത് സ്ലറി വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ചാണകം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കോഴിവളമോ കമ്പോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കൃഷിഭവനിലൊക്കെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്താണ് ഫാക്ടംബോസോ യൂറിയൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ വലിയ ഹെഡൊക്കെ വിരിയുമെന്നൊക്കെ അവരുടെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് രാസവളം ഉപയോഗിക്കേണ്ടവർക്ക് രാസവളം വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായത് നമ്മൾ എന്താണ് ഇങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ രാസവളമൊന്നും ഞാൻ ചേർക്കാറില്ല. അപ്പോൾ ഒരുപാട് വലുത് എനിക്ക് വേണമെന്ന് ആവശ്യവുമില്ല. നമുക്ക് ചെറുതായാലും മതി, നമുക്ക് സമാധാനത്തെ കഴിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എല്ലാത്തിനും ജൈവവളം തന്നെയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഇനിയും ആരെങ്കിലും ശീതകാല പച്ചക്കറികൾ നടാനുള്ളവരുണ്ടെങ്കിൽ ഒരു 10 നട്ടാൽ മാത്രമേ നമുക്കൊരു 7 ഫലവത്തായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നടാനായിട്ട് ശ്രമിക്കുക. കൃഷിഭവനിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ തൈകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ മുതൽ പറയുന്നതാണ്, കൃഷിഭവൻകാർ വീട്ടിലൊന്നും കൊണ്ട് തരത്തില്ല. അപ്പം അവരുടെ ഗ്രൂപ്പിൽ നമ്മുടെ പേര് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ വിടുന്നതായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. തൈകൾ വന്നാലും വിത്തുകൾ വന്നാലും ഒക്കെ അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുക. അത്യാവശ്യം വളങ്ങളൊക്കെ അവരുടെ ഓരോ സ്കീം വരുമ്പം നമ്മളെ വിളിച്ച് അറിയിപ്പിക്കുകയും നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും.
അപ്പം അതുകൂടെ ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഇനി എന്തെങ്കിലും എന്താണ് ആർക്കെങ്കിലും വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ, ശീതകാല പച്ചക്കറിയുടെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ, ശീതകാല പച്ചക്കറികളെന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി, അതുതന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, കെയിൽ, ലെറ്റ്യൂസ്, ഇങ്ങനെയുള്ളതായ എല്ലാ ഐറ്റങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാവുന്നതാണ്. അപ്പം കുറച്ച് എല്ലാ പച്ചക്കറികളും ഒരു 10 വീതമെങ്കിലും നമുക്ക് നടുവാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് രാവിലെ ഇങ്ങനെ ഒന്ന് പറമ്പിലൂടെ കറങ്ങി നടക്കുമ്പോൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ശീതകാല പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ മാസം മുതൽ നട്ടു തുടങ്ങേണ്ട കൃഷികളാണ്. സെപ്റ്റംബറിൽ ആദ്യമെങ്കിലും വിത്ത് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് തൈയാക്കി ഒക്ടോബറിൽ നടാനായിട്ട്. ഒക്ടോബറിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് മണ്ണും വളവും നമ്മൾ കയറ്റി കൊടുക്കുന്നതനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഹെഡൊക്കെ വിരിയിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മൾ 15 എണ്ണം നട്ടു 20 എണ്ണം നട്ടു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇതിനെ പെട്ടെന്ന് കീടങ്ങൾ ആക്രമിക്കും. പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് നോക്കുമ്പോൾ എല്ലാം ഹോൾസ് വീണിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. പിന്നെ ഒച്ചിൻ്റെ ശല്യം, പിന്നെ പറഞ്ഞാൽ ഓരോ വെട്ടിൽ വന്നിട്ട് അതിൻ്റെ ഇലകൾ മൊത്തം ഞറുക്കി കളയുന്നത് ഒക്കെ ഉണ്ട്. അപ്പം ഡെയിലി വന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചെക്ക് ചെയ്തെങ്കിലേ പറ്റൂ. അതിൻ്റെ ഇല തിരിച്ചും പിരിച്ചും ഒക്കെ നോക്കണം. ഇതിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ നല്ല കരികിരാന്നിരിക്കുന്ന ഇല ആയതുകൊണ്ട് അവർക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഓരോ പുഴുക്കൾക്ക്. അതുകൊണ്ട് ഇത് നമ്മുടെ മുമ്പിലോട്ട് കടകളിലൊക്കെ എത്തുന്നത് എങ്ങനെയാണ്, ഇത് വിത്ത് മുതൽ വിളവ് വരെയും നമ്മുടെ എന്താണ് ഒരു ഹെഡൊക്കെ കഴിഞ്ഞ് കടകളിൽ വരണമെന്നുണ്ടെങ്കിൽ അത് കീടനാശിനിക്കകത്തൊക്കെ മുക്കിയിട്ട് നമ്മുടെ കടകളിലോട്ടൊക്കെ ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം നടുവാന്നുണ്ടെങ്കിൽ ഒരു 7 എണ്ണം കിട്ടുമല്ലോ. അപ്പോൾ അത് ചെറുതാണെന്നുണ്ടെങ്കിലും വിഷമില്ലാത്ത രീതിയിൽ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഡെയിലി നമ്മുടെ ഒരു നോട്ടവും നിരീക്ഷണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വിവേറിയും കാര്യങ്ങളും ഒന്നും അടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ കൃഷിയെ സംരക്ഷിച്ച് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിവേറിയ നമുക്ക് സ്പ്രേ ചെയ്യാം. വേപ്പെണ്ണ, വെളുത്തുള്ളി ഒക്കെ നമുക്ക് ജൈവ രീതിയിൽ സ്പ്രേ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെയൊക്കെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇതിനൊക്കെ ഉണ്ടല്ലോ ഒരു 3-4 പ്രാവശ്യമെങ്കിലും വളം ചെയ്തെങ്കിൽ മാത്രമേ നല്ലതുപോലെ ഹെഡ് വിരിയത്തുള്ളൂ കേട്ടോ. എനിക്ക് ഇതുവരെ ഹെഡൊന്നും വിരിഞ്ഞില്ല, എൻ്റെ കോളിഫ്ലവറും ക്യാബേജും അതേപോലെ ഇരിക്കുകയാണ് എന്നൊക്കെ ചിലരൊക്കെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. വെറുതെ ഇരുന്നാലൊന്നും വലിയ ഹെഡൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം ഒരു 4 പ്രാവശ്യമെങ്കിലും ഇവർക്ക് വളം കൊടുക്കുക, എങ്കിൽ മാത്രമേ നന്നായിട്ട് വളരുകയുള്ളൂ. സ്ലറികളൊക്കെ കൊടുക്കണം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. ഇപ്പോൾ 1-2 എണ്ണം എൻ്റെ ഇവിടെ പോയിട്ടുണ്ട്. അതിനകത്തൊക്കെ വേറെ നടണം, വേറെ തൈ നിൽപ്പുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ എല്ലാത്തിനും ഇനി നമ്മുടെ സൂപ്പർ മീലും ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കെല്ലാം വെട്ടിയടിപ്പിക്കാം. അപ്പോൾ സൂപ്പർ മീൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ജൈവ വളങ്ങളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഇടാം. പിന്നെ ചാണകമോ ഇങ്ങനെയുള്ള കോഴിവളമോ ആട്ടും കാഷ്ടമോ എന്തെങ്കിലും അതിനകത്ത് അത്യാവശ്യമാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിവിടെ നട്ടേക്കുന്ന എല്ലാത്തിനും ചാണകവും സൂപ്പർ മീലും ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വെട്ടിയടിപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുക കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഇപ്പം അവിടെയുള്ള പുല്ലെല്ലാം നമ്മൾ പറിച്ചു കളഞ്ഞു. ഇനി ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു സ്വല്പം വെള്ളം നനച്ച് കൊടുത്താൽ നല്ലതാണ്. കാരണം ഈ വളമൊക്കെ കൊടുത്തിട്ട് അവർക്ക് പെട്ടെന്നൊരു വിഷമം പോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മഴയില്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കണം. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം കൊടുക്കുമ്പോൾ അവർ നല്ല ഉഷാറായിട്ടങ്ങ് വളർന്നു വന്നോളും. ഇവിടെ കുറച്ച് കൂർക്കയാണ് നട്ടിരിക്കുന്നത്, നമ്മുടെ ശീവക്കിഴങ്ങ്. അപ്പം നമ്മുടെ സൈറ്റിൽ കൂടെ കൊടുക്കുന്ന മെക്സിക്കൻ മെറിഗോൾഡ് ഓറഞ്ച് കളറുണ്ടല്ലോ, ഇഷ്ടം പോലെ പൂക്കളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ക്രീമും പിന്നെ അതുപോലെ യെല്ലോയും പൂവൊക്കെ മൊട്ടൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ പൂക്കൾ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പാത്രമൊന്നും എടുത്തുകൊണ്ട് വന്നില്ല, എന്നാലും നമുക്കാണ്ട് ഇത്രയും പച്ചക്കറി കിട്ടി കേട്ടോ. പയർ, വെണ്ടയ്ക്ക, വഴുതന, പച്ചമുളക് എല്ലാം ഉണ്ട്. അപ്പോൾ എന്നും ഇങ്ങനെ വന്ന് ഇത്രയും കുറച്ച് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയും പറിച്ചുകൊണ്ടൊക്കെ പോകാന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. അത് ചെയ്ത് നോക്കിയാലേ അത് അനുഭവിച്ചറിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ ദീപാവലി പ്രമാണിച്ച് 5 വിത്തും അതിൽ കൂടുതലും വാങ്ങുന്നവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് 2 വിത്തുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഓഫർ നിങ്ങളെല്ലാവരും കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഓഫർ എന്ന് പറയുന്നത് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പം 100 പേർക്കാണ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓഫർ നിങ്ങൾ ആദ്യം ആരൊക്കെയാണോ വരുന്നത് അവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഓഫർ കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ശീതകാല പച്ചക്കറികളുടെ കൃഷി രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതേപോലെ ഇത്രയും വലിപ്പമായ തൈകളൊക്കെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വളമൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്തെങ്കിലേ മതിയാവുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.